ധർമ്മപുത്ര മഹാരാജാവും കൂടി നടന്ന സംവാദം. അതിലാണ് പ്രഹ്ലാദൻ്റെയും ഭക്തവത്സലനായ ഭഗവാന്റെ നൃസിംഹാവതാരവും വരിക. പല പല അവതാരങ്ങളും ഭഗവാൻ ഭക്തരക്ഷാർത്ഥം എടുത്തിട്ടുണ്ടെങ്കിലും നൃസിംഹാവതാരം, ശ്രീരാമാവതാരം, പിന്നെ ശ്രീകൃഷ്ണാവതാരം, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ 3 അവതാരങ്ങൾക്കും ഒരു പ്രത്യേകത തന്നെയാണ്. ഭഗവാൻ ഭക്തവാത്സല്യം കൊണ്ട് തന്നെ പോലും മറന്ന് ഭക്തരക്ഷ ചെയ്ത കഥയാണ്. നൃസിംഹാവതാരവും ശ്രീരാമാവതാരവും കൃഷ്ണാവതാരവും എല്ലാ അവതാരങ്ങളും തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കാനാണെങ്കിലും ഈ 3 അവതാരങ്ങൾക്ക് ഒരു പ്രത്യേകത ഭക്തന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. തൻ്റെ ഭക്തനെ ഭഗവാൻ എങ്ങനെ പരിപാലിക്കുന്നു, തന്നെ വിശ്വസിക്കുന്ന ആളുകളെ ഭഗവാൻ എങ്ങനെ കാത്തു രക്ഷിക്കുന്നു എന്നതിനുള്ള സംശയത്തിന് തീരെ അവസരം കൊടുക്കാതെ ശ്രീ സുഖബ്രഹ്മർഷി അരുളി ചെയ്ത ഒരു കഥയാണ്. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. കാരണം ഭഗവാൻ തന്നെ ഭാരതയുദ്ധത്തിൻ്റെ ആദ്യത്തിൽ അർജുന സാരഥിയായി നിന്നുകൊണ്ട് ഗീത ഉപദേശിക്കേണ്ടായി. ആ ഉപദേശത്തിൽ ഭക്തനെ കുറിച്ചിട്ടുള്ള തൻ്റെ വാത്സല്യം, ഭക്തനെ രക്ഷിക്കുന്ന സമ്പ്രദായം, ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം, ഇതിനൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു കാര്യം പറയണ്ടായി. അതും സ്വന്തം നിലയ്ക്കല്ല പറഞ്ഞത്. ആ കാര്യം തൻ്റെ ഭക്തനായ അർജുനനോട് പറഞ്ഞു. നീ പറയേ. ഭഗവാനെ ഗീത ആദ്യം മുതൽ അവസാനം വരെ ഇവിടുന്ന് പറയണം, അരുളി ചെയ്യുന്നത്. ഈ ഭാഗം മാത്രം അടിയൻ പറയണമെന്ന് നിർബന്ധിക്കുന്നതിന് എന്താ ഇവിടുന്ന് അർത്ഥം? അടിയൻ്റെ വാക്കിനെക്കാട്ടിലൊക്കെ ഇവിടുത്തെ തിരുവായ് മൊഴിക്ക് അല്ലേ പ്രത്യേകത? പിന്നെന്താ അടിയനോട് പറയണത്? പറയല്ല പിന്നെ കൗന്ദേയ പ്രതിജാനീഹി, അതാ തിരുവായ് മൊഴി. അർജുന ഇപ്പൊ പറ്റിയ സമയം. അതെന്താ? എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ കേൾക്കാനും കേട്ടാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും കഴിവുള്ള ശ്രോതാക്കന്മാരെ, അതും കെങ്കേമന്മാരായ ശ്രോതാക്കന്മാരാണെന്ന് വെച്ചാൽ അവരുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുക ഒരു രസ.
കേട്ടു, പറഞ്ഞു, ഒക്കെ കഴിഞ്ഞ് വായനക്കാരൻ അല്ലെങ്കിൽ പ്രാസംഗികൻ പറഞ്ഞത് എന്താന്ന് കേൾക്കുന്ന ആൾക്കും മനസ്സിലായില്ല, പ്രാസംഗികനും പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ല. അങ്ങനെ വന്നാലേ പിന്നെ വലിയ പ്രസംഗം ചെയ്യാനിരിക്കില്ല ഭേദം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഈ സംഗതി ആർക്കും മനസ്സിലാവാതെ വരരുത്, ആരും അറിഞ്ഞില്ലാതെ വരരുത്. അതുകൊണ്ട് കൗന്ദേയ പ്രതിജാനീഹി, നീ ഓർക്കൊരു സത്യം ചെയ്യുന്നു. ഓർക്ക വേണം, എല്ലാവരും കേൾക്കണം, അതിനാ സത്യം ചെയ്യണം. എല്ലാവരുടെയും സമക്ഷത്തിൽ വെച്ച് ഉറക്കൊരു സത്യം ചെയ്യുക. അർജുനൻ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, അടിയൻ ഇപ്പോ ഈ നിറഞ്ഞ സദസ്സിൽ വെച്ച് എന്താ സത്യം ചെയ്യേണ്ടത് ഭഗവാനെ? വാചകം ഞാൻ പറഞ്ഞുതരാം. നമേ ഭക്ത പ്രണശ്യതി, അതാ ഭഗവാന്റെ വാക്ക്. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല, കൃഷ്ണഭക്തന് നാശല്യ, കൃഷ്ണഭക്തന് നാശല്യ എന്ന്. അർജുന സത്യം ചെയ്യ. ഇപ്പൊ കേൾക്കാൻ കുറച്ച് ആളൊക്കെ ഉണ്ട്. ആരാണോ? വില്ലാളി വീരനായ ഭീഷ്മ പിതാമഹൻ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വില്ല ഞാൻ കൂട്ടിയിട്ട് കേട്ടാൽ മനസ്സിലാവുന്ന ഒരാളാ. അതിനങ്ങേപ്പുറത്ത് ദ്രോണാചാര്യൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ സർവവിധ വീരന്മാരും യുദ്ധസജ്ജന്മാരായി നിൽക്കുക. അവർക്ക് ഇപ്പൊ ചില ആൾക്കൊരു സംശയമുണ്ട്, അല്ല യുദ്ധം ചെയ്യുമ്പോ പാണ്ഡവന്മാരാണോ തോൽക്കുക അതോ കൗരവന്മാരാണോ തോൽക്കുക? നാരായണ, യുദ്ധം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. ആരാ ജയിക്കുക? ചിലവർക്ക് അഭിപ്രായമുണ്ട്, ഭീഷ്മനെ ദ്രോണരെന്നൊക്കെ പറഞ്ഞ ആരാ? ദേവാസുരന്മാരെ ഒത്തൊരുമിച്ചാൽ അവരുടെ മുമ്പിൽ നിൽക്കില്ല. അത്രയധികം യുദ്ധവീരന്മാരാ. പിന്നെയുള്ള ആളുകളൊക്കെ അവരൊരു ഭാഗത്തിങ്ങനെ അണിനിരക്കുമ്പോ ആ ഭാഗം തോൽപ്പിക്കുക അല്ലെങ്കിൽ ജയിക്കുക എന്നൊക്കെ പറയേണ്ടതേ ക്ഷിപ്രസാധ്യമൊന്നുമല്ല. ആര് ജയിക്കും? ചിലവര് പറയും പാണ്ഡവന്മാര് ആവും തോൽക്കുക, ചിലവർ പറയും അതെ പാണ്ഡവന്മാര് തോൽക്കുന്ന എനിക്ക് അഭിപ്രായമില്ല. കാരണം അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് ശ്രീകൃഷ്ണൻ. അവിടെ നിർദ്ദേശത്തോളം കാലം ആ ഭാഗം അങ്ങോട്ട് തോൽക്കുക അങ്ങനെ വയ്ക്കുക, അത് വയ്യ. പല അഭിപ്രായമൊന്നും വേണ്ട. ഒരു സംഗതി മുൻകൂട്ടി ഞാൻ പറഞ്ഞിട്ടാ യുദ്ധത്തിന് പുറപ്പെടുന്നത്. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരു കാലത്തും നശിക്കില്ല, എന്റെ ഭക്തനെ നശിപ്പിക്കാൻ ഒരു ശക്തിക്ക് കഴിവില്ല. അർജുന നീ സത്യം ചെയ്യ. അപ്പൊ അർജുനൻ ചോദിച്ചു, എത്ര വലിയ സത്യമൊക്കെയാണെന്ന് വെച്ചാൽ, എന്നാൽ സത്യസ്വരൂപനായ ഇവിടുന്ന് അങ്ങോട്ട് സത്യം ചെയ്താൽ പോരെ? എന്തിനാ പാടിയനെ നാരായണ സത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഇവിടത്തേക്കാണ് സത്യം ചെയ്തോടെ. സത്യമൊക്കെ ചെയ്യാം, പക്ഷേ അത്ര വലിയ ഭക്തന്മാരായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുമ്പോ എൻ്റെ ഭക്തന്മാർക്ക് ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സത്യമല്ലേ സാരില്ലയോ പറഞ്ഞ് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നു വരും. ഉപേക്ഷിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ എൻ്റെ ഭക്തൻ സത്യം ചെയ്താൽ അതൊരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. അത് സത്യമായി തന്നെ നിലനിർത്തും. അതുകൊണ്ടാ നിന്നോട് പറയണത് എന്താ? നമേ ഭക്ത പ്രണശ്യതി. അർജുന, കൃഷ്ണഭക്തൻ നശിക്കില്ലെന്ന് നീ തന്നെ സത്യം ചെയ്യണമെന്നാണ്. ആ ഭഗവാന്റെ ഭക്തരക്ഷയ്ക്ക് വേണ്ടി തുടക്കം തന്നെ എങ്ങനെയാണോ? നാരായണ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തഭൂതേഷു അഖിലേഷു ചാത്മനഃ അദൃശ്യത അത്യത്ഭുതരൂപമുദ്വഹൻ
സ്തംഭേ സഭായ ന മൃഗം ന മാനുഷം. കഷ്ടകാലത്തിന് ഹിരണ്യകശിപുവും പ്രഹ്ലാദനും കൂടിയിട്ട് അവസാന ഒരു വാഗ്വാദം. നീ സർവാത്മനെ ആരാധിക്കുന്ന നിന്റെ ജഗദീശ്വരൻ നിന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ജഗദീശ്വരൻ ഹിരണ്യകശിപു ഇരിക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെവിടെ ക്വാസവും അവനെവിടെ ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. അഥവാ നീ അങ്ങനെ ഞാനല്ലാണ്ട് ഒരു ജഗദീശ്വരൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, യതി ഉണ്ടെങ്കിൽ എവിടെ ക്വാസവും? ആ ഉണ്ണിക്ക് ആലോചിക്കാനൊന്നുമില്ല, ആലോചിക്കേണ്ടി വന്നില്ല. അച്ഛാ, ഇത്രയൊക്കെ വ്യക്തമായ ഒരു സംഗതി ഇനി ആലോചിച്ച് പറയാൻ വല്ലതുണ്ടോ? ആലോചിച്ച് പറയാനൊന്നുമില്ല. പിന്നെയോ സൂര്യവെളിച്ചം പോലെ പ്രത്യക്ഷ ജഗദീശ്വരനെ ഇവിടെ നിന്നല്ലേ ചോദ്യം. അച്ഛനൊരു കാര്യം ചെയ്യാം, അച്ഛൻ ചോദിക്കണോ ജഗദീശ്വരനെ എവിടെ? ഞാൻ അച്ഛനോട് ഒരു മറു ചോദ്യം ചോദിക്കുക. അതെ, ആ ജഗദീശ്വരൻ ഇല്ലാത്ത ഒരു ദിക്ക് കാണിച്ചു തരാമോ? ഞാൻ ഉള്ള ദിക്ക് പറയാം. ജഗദീശ്വരൻ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയണം. അത് പറഞ്ഞാൽ പറഞ്ഞ പോലെ അവയും വേണം. അങ്ങനെ വല്ല സാധനമുണ്ടോ? അപ്പൊ നിന്റെ അഭിപ്രായം സർവത്ര എന്റെ ജഗദീശ്വരൻ ഇന്ന ദിക്കിലുണ്ട്, ഇന്ന ദിക്കിലില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളാ സർവവ്യാപിയാണ്, സർവസാക്ഷിയാണ്, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ആ ആള് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാവും പച്ചക്കളം. നാരായണ, എല്ലാം എങ്ങനെ അറിഞ്ഞിരിക്കുന്ന ആള് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാതെ കൂടി വരില്ലേശ്വരും. ഇവിടെ ഉണ്ടാവണമെങ്കിൽ അവിടെ ഇല്ല ആവട്ടെ. നല്ല കഥ. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടെന്നാവോണ്ട് എവിടെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ദിക്കിലില്ലാന്നോ. അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറില്ല. സർവത്ര. അപ്പൊ ഹിരണ്യകശിപു ചോദിച്ചു, കസ്മാൽ സ്തംഭേ ഉള്ളിലൊരു ചൂട്, ചൂടിൻ്റെ ഉള്ളില് ജഗദീശ്വരൻ ഉണ്ടാകുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ? കല്ലും മണ്ണുമായിട്ട് ഉയർത്തും പരത്തിയ ഒരു ചൂട്, ആ ചൂടിൻ്റെ ഉള്ളില് ആ ജഗദീശ്വരൻ ഉണ്ടേ. കസ്മാൽ സ്തംഭേ നദൃശ്യതേ ചോദിച്ചപ്പോ എന്തുകൊണ്ട് ഈ ചൂടിൽ കാണാനില്ല? ജഗദീശ്വരനെ ഈ ചൂടിൽ കാണാനില്ലല്ലോ. അപ്പൊ പ്രഹ്ലാദൻ ചോദിച്ചു, ആർക്ക് ആർക്ക് കാണാനില്ല എന്ന് പറയണ? അച്ഛന് കാണാനില്ല എന്നാണോ? എനിക്ക് കാണാനില്ല എന്നാണോ? എനിക്കും നിനക്കും അത് വേണ്ട. അച്ഛന് കാണാനില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. നിനക്കപ്പോ ഈ തൂണ് കാണാനുണ്ടോ? ദൃശ്യതേ അസലായിട്ട് കാണാണ്ടോ? ഇതോട് കൂടിയിട്ടാണല്ലോ വാളും അരയിൽ നിന്ന് ഊരി പ്രഹ്ലാദന്റെ കഴുത്തറക്കാൻ വേണ്ടി സിംഹാസനത്തിൽ നിന്ന് ചാടിയത്. സിംഹാവതാരമൊക്കെ ഇതിനു മുമ്പേയുള്ള പ്രാസംഗികൻ അനുസ്മരിച്ചു. അവിടുന്ന് ഒന്ന് ആരറിയിട്ടുണ്ടെന്നാണോ? നാരായണ, ഇത് കേട്ടതോട് കൂടി ചൂടിനുണ്ടോ ഇല്ലയോ നോക്കിക്കളയാമോ? ധൈര്യമുണ്ടോ? ഭക്തന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞ വാക്ക് സത്യമോ മിഥ്യയോ എന്ന് പരിശോധിക്കാൻ ധൈര്യമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുന്നു നോക്കൂ. അപ്പൊ അറിയാം ഏതാ സത്യം ഏതാ മിഥ്യ. നമ്മളൊക്കെ കേൾക്കും, തല കുലുക്കും. എന്നിട്ടോ പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ എല്ലാരും കൂടി ഒരു സർട്ടിഫിക്കറ്റ്, പ്രസംഗം തരക്കടില്ലേ, നല്ല വാചാലതയൊക്കെ ഉണ്ടേ. വാചാലതയല്ല സത്യമായി പറയണം. നാരായണ, അത് വിശ്വസിക്കാൻ ആളില്ല. വാചാലത ഉണ്ട്, വാചാലത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
ഏതായാലും ഹിരണ്യകശിപു തൂണിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. അതിന്റെ ഫലം നമ്മൾ നേരത്തെ ആ ഭക്തൻ പറയുന്നത് കേട്ടില്ലേ? ഇങ്ങോട്ട് എഴുന്നള്ളി ആ തൂണുകൾ പിളർന്ന് അതിൽ നിന്ന് നരസിംഹാകൃതിയായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഹിരണ്യകശിപുവില്ല, ആരുമില്ല. ആരുമില്ല മാത്രം പറഞ്ഞാൽ മതിയാ. നാരായണ, അന്നാണ് ലോകത്തിലുള്ള ആളുകളുടെ ധൈര്യം ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട്, ധൈര്യശാലികളൊക്കെ ഉണ്ടല്ലോ, വലിയ 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 ധൈര്യശാലികള്. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ, സംഹാരകർത്താവായ ശ്രീ മഹാദേവൻ, ത്രൈലോക്യപാലകനായ ദേവേന്ദ്രൻ, ഗന്ധർവന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, വിദ്യാധരന്മാര്, വിദ്യാധര സ്ത്രീകള്, അപ്സര സ്ത്രീകൾ ഒന്നും പറയണ്ട, അനവധി കൂട്ടായിട്ട് എന്തേ ഒറ്റയ്ക്ക് വരെ. ഒറ്റയ്ക്ക് വന്നാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെ ഞാൻ ഇരുന്നു ഹിരണ്യകശിപുവിനെ കൊന്ന്. നാരായണ, ശേഷുബ്രഹ്മർഷി ആ ഭാഗത്തിന്റെ മുണ്ടീര് ഹിരണ്യകശിപുവിനെ കൊന്നു എന്ന് കഷ്ടിച്ച് പറഞ്ഞു. പക്ഷേ അത് വിസ്തരിച്ച് പറയാനുള്ള സങ്കൂറ്റം കാണിച്ചില്ല. അതെന്താ? പാനകർ കയറി പളർന്ന് പിന്നെ ചെയ്തതൊക്കെ പറയേ. സച്ചിദാനന്ദ മൂർത്തിയായ ശുദ്ധസത്വ സ്വരൂപിയായ ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ മാറ് പളർന്ന് ചോര കുടിച്ചു എന്നങ്ങോട്ട് പറയേ. എന്റെ നാവുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവര് എങ്ങനെ ഹിരണ്യകശിപുവിനെ കൊന്നതൊക്കെ അല്ല, കൊന്നതിന് ലക്ഷണമൊക്കെ ഉണ്ട്. എന്താ? കൊല്ലൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോ പെരടിരോമങ്ങളൊക്കെ ചോന്നിരിക്കുന്നു. കാരണം ചോരയെടുത്തരച്ചിട്ട് സർവാംഗം തലമുടിയൊക്കെയാണ് ചോന്നിരിക്കുന്നു. മുഖത്ത് നിറച്ചുണ്ട്. കുടിച്ചു പറഞ്ഞില്ല കേട്ടോ. അല്ലാണ്ട് ഭഗവാൻ ചോര കുടിച്ചൂന്ന് ഞാൻ പറയില്ല. നാരായണ, വേണമെങ്കിൽ ശ്രോതാക്കന്മാര് എന്ത് വേണമെങ്കിൽ ഊഹിക്കാം. കുടിച്ചൂന്നോ കുടിച്ചില്ലാന്നോ എന്ത് വേണമെങ്കിൽ ഊഹിക്കാം. ഞാൻ കണ്ടത് പറയണ്ടാവില്ല. അപ്പൊ ഗിരിയായിരിപ്പൻ പട്ടേരിപ്പാടിനോട് ചോദിച്ചു, നാരായണ അങ്ങയുടെ അഭിപ്രായം എന്താ? നാരായണ, ശേഷുബ്രഹ്മർഷി ആ ഭാഗം വന്നപ്പോ മൗനം. അങ്ങയുടെ അഭിപ്രായം എന്താ? അടിയന്റെ അഭിപ്രായം പറയണ്ടേ? ഹിരണ്യകശിപുവിനെ കൊന്നത് എങ്ങനെയാണ് പറയണ്ടേ? വേണം എന്നാ പറയും. ഉമ്മറപ്പടിയിരിക്കാണ് കൊണ്ടുപോയി കപാടദ്വാരത്തിരിക്കുക. എന്നിട്ടാണ് കാലി നീട്ടി മടിയിലാണ് കേട്ടെത്തി. എന്നിട്ട് ആ വജ്രനഖങ്ങളെ കൊണ്ട് മാറി കീറികൾ പളർന്നു. ഒക്കെ കൈമായി. പിന്നെ ഉദയയോ ബഹു ജഗൽ സംഹാരി സിംഹാരവാൻ. എന്നിട്ട് മാറാന് കയറിയപ്പോഴേ അതിന്ന് രക്താമ്പു ചുവന്ന നിറത്തിലുള്ളൊരു വെള്ളം വന്നു. ചുവന്ന നിറത്തിലുള്ളൊരു വെള്ളം, രക്താമ്പു ഇങ്ങനെയൊക്കെ വളഞ്ഞു പിടിച്ച് മൂക്ക് പിടിക്കണോ? രക്തം എന്ന് പറഞ്ഞാൽ പോരെ? രക്തം എന്ന് പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവും. എന്തിനപ്പൊ ഈ രക്താമ്പു ചുവന്ന വെള്ളം? ശരിക്കും രക്താമ്പു എന്ന് വെച്ചാൽ അത് ധാരാളം കുടിക്കേണ്ടായി. ഏതാ ചുവന്ന വെള്ളം? ചുവന്ന വെള്ളം അതിന് പേരില്ല. അതെന്നെയാണ് ഞാൻ പറഞ്ഞത്. രക്താമ്പു ചുവന്ന വെള്ളം. ചുവന്ന വെള്ളം എന്ന് പറഞ്ഞാൽ മതിയാ. എന്നാ പിന്നെന്താ പറയേണ്ടത്? പിന്നെ പറയേണ്ടതോ അങ്ങനെ നിശ്ചയല്ലേ? അത് ഇവിടുത്തെ ചെയ്തതല്ലേ? ഇവിടുത്തേക്ക് നിശ്ചയല്ലേ? എനിക്ക് നിശ്ചയുണ്ട്. എന്നാ അടിയന് നിശ്ചയുണ്ട്. എന്നാ അത് പറയാ. രക്താമ്പു ചുവന്ന വെള്ളം കുടിച്ചു പറഞ്ഞില്ല.
ചോരാന്ന് നാരായണ പേടിയാ. ഭക്തന്മാർക്കൊക്കെ ഈ ഗുരുവായൂരപ്പൻ ചോര കുടിച്ചു എന്നൊക്കെ പറയുമ്പോഴേ ഒരിത്തിരി പേടിയുണ്ട്. ഏതായാലും അങ്ങനെ ഹിരണ്യകശിപുവിനെ സംഹരിച്ച് ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതിഗീതങ്ങളൊക്കെ കേട്ടു. ഒക്കെ കേട്ടപ്പോ അങ്ങനെ തിരികെ അലർച്ച. ഓരോരോ സ്തുതിയാണ് കഴിഞ്ഞാൽ ഒരലറുക, ഒരലർച്ച. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള് വരും, ഒരു ശ്ലോകം സ്തുതിക്ക്, അത് കഴിഞ്ഞാൽ ഒറ്റ അലർച്ചയാ. രണ്ട് ശ്ലോകം സ്തുതിച്ച ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉണ്ടത്തേളൂ. മുന്നിൽ നിൽക്കാൻ വയ്യ. അവസാനാണ് നമ്മുടെ മഹാലക്ഷ്മി പുറപ്പെട്ടത്. ബ്രഹ്മാവിനാണ് പേടി. ഇങ്ങനെ അലറി നരസിംഹാകൃതിയായാൽ ലോകം മുഴുവൻ പാട് ഭസ്മവും. നാരായണ, ഇനി സൃഷ്ടി ആദ്യം തുടങ്ങാം. അതിനു മുമ്പേ എന്തെങ്കിലും ഒരു പരിഹാരം, ഈ ദേശത്തിന് ഒരു ശമനം വരുത്തണ്ടേ. വളരെ നേരം ആലോചിച്ചപ്പോ ബ്രഹ്മാവിന് സൂത്രം കണ്ടു. മഹാലക്ഷ്മിന്റെ വൈകുണ്ഠത്തിലെ നാരായണ അവിടെ ചെല്ല, എന്നിട്ട് പറയാ, അമ്മ വേഗം ഒന്ന് വന്ന് ഭഗവാന്റെ ശുദ്ധി മാറ്റിയിട്ടില്ലെങ്കിൽ ലോകം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഒന്ന് വരണേന്ന് പറയാ. എന്നിട്ട് ആൾ കൂട്ടിക്കൊണ്ടുവന്ന് മഹാലക്ഷ്മിയെ കണ്ടാൽ കുറച്ചൊക്കെ ദേഷ്യത്തിന് ശമനം ഉണ്ടാവില്ലേ എന്നൊരു തോന്നൽ. നാരായണ, എന്തൊക്കെ കഥകളുണ്ടെന്നറിയാം. വൈകുണ്ഠലോകത്തിൽ നിന്നേ ഭഗവാന്റെ ശിരസ് മടിയിൽ വെച്ച് അവിടത്തേക്ക് തലോടിക്കൊണ്ടിരിക്കുകയാണല്ലോ മഹാലക്ഷ്മി. ഒരു ദിവസം മഹാലക്ഷ്മിയുടെ രാവലാതി ഇവിടുന്ന് മുഷിഞ്ഞു. മുഷിയേ കാര്യം എന്താ മുഷിയൻ? എന്താ ഇപ്പൊ ഉണ്ടായത്? എന്താ വല്ല പോരായുണ്ടോ? അല്ല, മഹാലക്ഷ്മിയുടെ ആവശ്യങ്ങൾക്ക് വല്ല കുറവോ, പോരായോ, കിട്ടായോ, അല്ല തരായോ, മഹാലക്ഷ്മി എല്ലാം പറഞ്ഞാൽ കേൾക്കായോ, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ എന്തിനാ മുഷിയണം? അങ്ങനെയൊന്നും ഇല്ല, പിന്നെ എന്തിനാ മുഷിയണം? ഇവിടുന്ന് ഈ ഒന്ന് മാത്രം അങ്ങനെ നിരന്തരം അങ്ങനെ കണ്ടാലേ കുറച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പൊക്കെ വരിക സാധാരണ. കുറച്ചാൽ കുറച്ചൊന്നല്ല, ധാരാളം. എപ്പോഴും അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തിനെ പറ്റിയിട്ടാ ഇപ്പൊ പറയണ മുഖവരിയൊക്കെ ആയിട്ട്? എന്താ മടുത്തത്? എന്താ ഇപ്പം എടുക്കാൻ കാരണം? വ്യക്തമായി പറഞ്ഞാലല്ലേ അതിന് വല്ല ചികിത്സയുണ്ടോ എന്ന് അറിയുള്ളൂ. വൃത്തയ്ക്ക് ഈ ചെറുക്കാനല്ലാണ്ട് വേറെ ഒന്നും അറിയില്ലേ. കഥ ആര് വന്നാലും ഉണ്ട് മനം മയക്കുന്നൊരു പുഞ്ചി. അത് കണ്ട എല്ലാവരും മയക്കും. അടിയന് വളരെ ഇഷ്ടമാണ്. അതൊന്നല്ല അല്ല ഈ പുഞ്ചിരി അല്ലാണ്ട് വേറെ ഒന്നുമില്ലേ. വേറൊന്നും വെച്ചാലോ പുഞ്ചിരിക്കാൻ്റെ നേരെ വിപരീതമായിട്ട് ഒരു ഭാവം. മനസ്സിലായില്ല? അല്ല, ഞാൻ ചെറുക്കണേനാ അബദ്ധം, അതാ മടുത്തത്. ചെറുപ്പം കണ്ട് മടുത്തു എന്നാ അപ്പൊ പറയണം. അല്ല, മടുത്തു എന്നല്ല, എന്നാലും മറ്റു ചില ഭാവങ്ങളൊക്കെ ഇല്ലേ മനുഷ്യനായാൽ? ശൃംഗാരം, വീരം, കരുണം, രൗദ്രം, അങ്ങനെയൊക്കെ ഇല്ലേ? നവരസങ്ങളില്ലേ? ഈ ശൃംഗാരം മാത്രം ചെറിയ മാത്രമായാൽ മതിയോ? കുറച്ച് രൗദ്രമൊക്കെ ഇവിടത്തേക്ക് എങ്ങനെയാ? രൗദ്രം തീരെ വലിയ പുസ്തകം ഇരിക്കോ? അല്ല, ഇവിടുന്നാണ് ശുദ്ധി എടുത്ത് കണ്ണൊക്കെ നാണ് ചുവന്ന് കൊടുത്ത്, എന്നിട്ട് കോപാവേശം കൊണ്ട് ഇങ്ങനെ മറന്നു നിൽക്കണം. ആ മുഖം, അതിനുള്ള ഒരു ചന്തം. എല്ലാറ്റിനും ഉണ്ട് ഒരു ചന്തേ. അതുകൊണ്ട് ഇവിടുന്ന് ഒന്ന് കോപിക്കാൻ പറ്റും. മഹാലക്ഷ്മി വേണ്ടാൻ്റെ ഓരോന്ന് ക്ഷണിച്ച് വരുത്തണ്ട. അതെന്താ? വേണ്ടാൻ്റെ ഒന്നല്ല, വേണ്ടിയിട്ട് തന്നെയാ. അടിയന് ഇവിടുന്ന് ശുദ്ധി എടുത്ത ഒന്ന് കണ്ടാൽ അത് മോഹനം. ഞാൻ കോപിച്ചാലേ മഹാലക്ഷ്മിയുടെ ഈ ഇതൊക്കെ പോവും. എൻ്റെ മുമ്പിലെ ഒരു മിനിറ്റ് വില നിൽക്കില്ല, ഓടി നിൽക്കി പുല്ല് മുളയ്ക്കൂല.
ശുണ്ഠി അത്ര കേമാണോ അല്ലയോ എന്നിപ്പോ എന്തിനാ വെറുതെ എൻ്റെ ആ ഭാവമൊക്കെ കണ്ട് വെറുതെ പേടിച്ച് പറിച്ച് ഓടാൻ നിൽക്കണോ? ചിരിച്ചുകൊണ്ട് കാണല്ലേ ഭേദം. അല്ല, അടിയനെ ഒന്ന് കോപിച്ച് കാണും. ഓഹോ, ഭഗവാനെന്ന് ചിരിച്ചു. ആ എന്തെങ്കിലും ഒരവസരത്തിൽ മഹാലക്ഷ്മിയുടെ മോഹവും സാധിച്ചു തരണ്ടേ? എനിക്ക് തരാം. ശുണ്ഠി എടുത്ത് എന്നെ ഒന്ന് കാണാൻ തരാം. മഹാലക്ഷ്മിക്ക് ആശ്വാസമായി. കുറച്ചു നേരെങ്കിലും ഒന്ന് ശുണ്ഠി എടുത്ത് കണ്ടാൽ തിരക്കടില്ല. ഇന്ന് മോഹിച്ചു തുടങ്ങിയത് കാലശേ. ആ മോഹം സാധിച്ചു കൊടുത്തത് നരസിംഹാവതാരത്തിലാണെന്നാണ് കഥ. നാരായണ, ബ്രഹ്മാവ് അവിടുന്ന് ഒരു ഓട്ടോടിയിടുണ്ട് വൈകുണ്ഠത്തിലേക്ക്. ഓടി അമ്മേ ഓർക്കെ. ബ്രഹ്മാവിന്റെ പരിഭ്രമമൊക്കെ കണ്ടപ്പോ മഹാലക്ഷ്മി ഒന്ന് നോക്കി. എന്തേ പറ്റിയത്? കണ്ട ആകെ പേടിച്ച മാറി ഇരിക്കണല്ലോ. എന്ത് പറ്റി ബ്രഹ്മാവേ? ഒന്നും പറയാനില്ല, ഇനി പറ്റാനൊന്നും ബാക്കിയില്ല. ഇവിടുത്തെ ഭർത്താവില്ലേ? ഇപ്പോഴേ പഴയ ഭർത്താവൊന്നും അല്ല അല്ലേ? ഭർത്താവല്ലേ? എന്ത് മാറ്റം മുമ്പിൽ നിൽക്കാൻ വയ്യ. ഞങ്ങൾക്കൊന്നും വെച്ചാൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾക്കൊന്നും വെച്ചാൽ അടിയൻ, ശിവൻ, പിന്നെ ദേവേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാര്, മഹർഷിമാര്, സിദ്ധന്മാര്. ഇനി അങ്ങനെ വെക്കേണ്ട. ലോകത്തിലൊരൊറ്റ കുട്ടി മുമ്പിൽ നിൽക്കാനില്ല. ഒന്ന് നോക്ക, പിന്തിരിഞ്ഞോടുക. അത്ര ശുദ്ധി എടുത്തിട്ടുണ്ടോ ഇവിടുന്ന്? അത്ര ശുദ്ധി എടുത്തിട്ടുണ്ടോന്ന്. ഇപ്പൊ ആ ശുദ്ധിക്ക് എത്രയൊക്കെ കോപഭാവമുണ്ട്, എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ മുഖം, അതൊന്നും ഇപ്പൊ വിവരിക്കാനുള്ള തൻ്റെയോ ശക്തിയൊന്നും അടിയനില്ല. സ്മരിച്ചാൽ തന്നെ അടിയൻ കെടുന്നതിനെയാണ് മറിക്കുക. ഇപ്പൊ ഞാൻ എന്ത് വേണമെന്നാ പറയണം? ഇവിടുന്ന് അവിടെ ഒന്ന് ചെല്ല, എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് നിൽക്കുക. എന്നിട്ട് എന്തിനാ ഇവിടുന്ന് എങ്ങനെ ശുണ്ഠി എടുക്കണമെന്ന് ഇവിടുന്ന് ഒന്ന് ചോദിച്ചാൽ ചിലപ്പോ ശുണ്ഠി മാറിയെന്ന് വന്നേക്കാം. അല്ല, ഇനി അങ്ങനെ ഒരാളെ ഒരു പരീക്ഷ കൂടിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പരീക്ഷിച്ച് തോറ്റു. ഇനി ഇവിടുന്ന് വന്നിട്ട് അങ്ങനെയൊന്ന് പറഞ്ഞാൽ ചിലപ്പോ ശുണ്ഠി മാറിയെങ്കിലോ മഹാലക്ഷ്മിക്കും. അപ്പൊ ദേവിക്ക് പണ്ട് പരം തന്നതൊക്കെ ഓർമ്മ വന്നു. ഞാൻ കോപിച്ച് കാണുന്ന മോഹൻഡല്ലേ തരാവും, ഒരു ദിവസം തരാക്കി തരാം എന്ന് പറഞ്ഞ കഥയൊക്കെ ഓർമ്മ വന്നു. എന്നപ്പാ കോപഭാവം ഒന്ന് കാണാലോ എന്നും പറഞ്ഞ് ബ്രഹ്മാവിന്റെ പിന്നാലെ മഹാലക്ഷ്മി ഗോപുരദ്വാരം കടന്നു. സഭയിലായിരിക്കുന്നത്. ഗോപുരദ്വാരം കടന്നപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ഇനി ഇവിടുന്ന് മുമ്പിൽ അടിയൻ പിന്നാലെ. അതെന്താ? അങ്ങനെയല്ലേ, യജമാനന്മാരൊക്കെ മുന്നിൽ നടക്കുക, ഭൃത്യന്മാരൊക്കെ പിന്നാലെ നിൽക്കുക. ഇവിടുന്ന് യജമാനത്തെ ഇവിടുന്ന് മുമ്പിൽ നടക്കുക, അടിയൻ പിന്നാലെ. ബ്രഹ്മാവെ മുന്നിൽ നടന്നോളൂ, ഞാനല്ലേ ഒന്നും ചെയ്ത്. അടിയനെ അത്ര ധൈര്യം പോരാ, അയാളെ കാര്യം പറയാലോ. മുമ്പിൽ എത്തിപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? മനസ്സിലാ. മഹാലക്ഷ്മി മുമ്പിൽ നടന്നു, ബ്രഹ്മാവ് പിന്നാമ്പുറത്ത്. കുറച്ചാൾ കഴിഞ്ഞപ്പോ അവിടെയാണ് ഇരിക്കേണ്ടത്രേ സിംഹാസനത്തില്. നാരായണ കാണങ്ങനെ ചോരക്കട്ട പോലെ ആയിരിക്കണം. നാവിന് നീട്ടിയിട്ടുണ്ട്. ഹിരണ്യകശിപുവിനെ കൊന്ന മേലാകെ രക്തം കൊണ്ടിങ്ങനെ അഭിഷേകം ചെയ്തിരിക്കണം. എന്നിട്ട് രൗദ്രഭാവത്തിന്റെ മൂർത്തിമൽ ഭാവമായിട്ട് അവിടെ നിന്നു. മഹാലക്ഷ്മിയെ കണ്ടപ്പോ ഒന്നായിരുന്നു നോക്കിത്രേ. സമാധാനിപ്പിക്കാൻ വന്നത് അപ്പൊ അല്ലേ നാട്യം നടിച്ച. അവസാനം പറഞ്ഞു, അല്ല ഭഗവാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഏതായാലും മുഖഭാവം കണ്ട അങ്ങനെയാ തോന്നുക. നമുക്ക് ഭാര്യമാരോട് ഞാൻ പഴയ കാലത്തെ കഥയാ പറയണതേ, അതൊന്നും ആരും മനസ്സിൽ വെച്ചത്. ദേഷ്യം വന്നാൽ ഭാര്യയെ വിളിക്കാൻ ഒരു വാക്കുണ്ട്. നമ്പൂതിരിമാർക്ക് പ്രത്യേകിച്ചും ഏട്ടേ എന്നാണ് വിളിക്കുക. പിന്നെ അവിടെ നിൽക്കൂല. ഇക്കൂട്ടത്തിൽ മുഖത്തേട് നോക്കിയപ്പോ അതിങ്ങനെ പറയണ്ടോന്നൊരു സംശയം. എന്നെ ഇപ്പൊ സമാധാനിപ്പിക്കാമെന്നിരിക്കാറിയ കടന്നു
മഹാലക്ഷ്മി സാനോപേയായ സംഗീത. ഇപ്പൊ ചെന്നാലേ കാര്യം നടിച്ച് ചൊല്ലി അപ്പടിയാച്ച് എന്നങ്ങനെ സമ്പ്രദായം ഉണ്ട്. ഈ കൂട്ടത്തിൽ പറഞ്ഞിപ്പോ ഒരു കോപത്തിന്റെ മൂർത്തിഭാവമായിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് ചെന്നാൽ മഹാലക്ഷ്മി ഒന്നൊന്നും ഓർക്കാൻ്റെ പിടിച്ചു വാരി അകത്താക്കോന്നൊരു പേടി. എന്നിട്ട് സാനോപേയായ സംഗീത. ബ്രഹ്മാവേ ഞാൻ വിളിച്ചു. എന്താ? ശുണ്ഠി മാറിയ ഞാൻ വരാം. അല്ല വെറുതെ ശുണ്ഠി മാറിയാൽ അടിയകളിൽ പൊക്കോളാം. ശുണ്ഠി മാറ്റാനാ ഇവിടുത്തെ വിളിച്ചത്. അതെ, അത് ഞാൻ വിചാരിച്ച പറ്റുന്ന തോന്നുന്നില്ല. എന്നെ കാണുമ്പോ ഇത്തിരി കൂടി ശുണ്ഠി ജാസ്തിയാവുക. അതുകൊണ്ടേ ഞാനില്ല. മഹാലക്ഷ്മിയോട് പിന്മാറി. മഹാലക്ഷ്മി അത് പിന്മാറിയപ്പോ ബ്രഹ്മാവ് തലയ്ക്ക് കൈ വെച്ചൊന്ന് വിളിച്ചിട്ടുണ്ട്. എന്റെ ഈശ്വര, നീ എന്താ ചെയ്യേണ്ടത്? നാരായണ. അപ്പോഴാണത്രേ അവിടെ പ്രഹ്ലാദൻ നിൽക്കുന്നുണ്ട്. അവനെ വർണ്ണപ്രാശം കൊണ്ട് പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. അപ്പൊ ആ കെട്ട് അയച്ചു വിടാണ്ട് അവിടുന്ന് പോകാൻ പറ്റില്ല. ചൂടിന് കെട്ടിയിട്ടിരിക്കുക. ആ ഉണ്ണി അവിടെ ഇരുന്ന കണ്ണു അടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രഹ്ലാദനെ ഒന്ന് നോക്കി മനസ്സിലായി, ഈ പ്രഹ്ലാദനെ രക്ഷിക്കാനാണ് നാലകത്തോട് പളർന്ന് നരസിംഹാവതാരം നടത്തിയത്. അപ്പൊ ഈ ഉണ്ണിയാണ് മുമ്പിൽ പോയ ദേഷ്യമൊക്കെ മാറിക്കോളുന്നാണ് മഹാലക്ഷ്മിയുടെ പുതിയ കണക്കൂട്ടില്. എന്നിട്ട് പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാവസ്ഥിതമന്ദികേ താതാ പ്രസമയോപേഹി സ്വമിത്രേ കുപിതം പ്രഭും. പ്രഹ്ലാദ ഞാൻ വിളിച്ചു. ബ്രഹ്മാവ് നോക്കുമ്പോ ഒരു ഭാഗത്ത് ബ്രഹ്മാവുണ്ട്, മറ്റൊരു ഭാഗത്ത് ലക്ഷ്മി ഭഗവതി ഉണ്ട്. രണ്ടുപേരും വാത്സല്യത്തോടു കൂടി ആ ഉണ്ണിയെ തഴുകി സമാധാനം തഴുകി ഉണ്ട്. വാത്സല്യത്തോടു കൂടി പറയേ, ഉണ്ണി ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരണം. പ്രഹ്ലാദൻ രണ്ടുപേരുടെയും മുഖത്തൊന്ന് മാറി നോക്കി. ഞാൻ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നാണ്. താത പ്രസമയോപേഹി സ്വമിത്രേ കുപിതം പ്രഭു. പേടിച്ചിട്ട് വയ്യ മുന്നോട്ട് കാല് വയ്ക്കാൻ. അവിടെ ആ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കണു പ്രഹ്ലാദിന്റെയും ഞങ്ങളുടെയൊക്കെ പ്രഭു. ഇപ്പൊ ദേഷ്യഭാവം അഭിനയിക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. അഭിനയം പോയി കുറച്ച് കാര്യമായിട്ടുണ്ടാന്ന് ഞാൻ തോന്നണപ്പോ ഈ സമയത്ത് ഒരാൾക്കാണ് മുമ്പിൽ പോവാൻ ധൈര്യമില്ല. ഉണ്ണി ഒന്ന് പോയിട്ടാണ് സമീപിക്കുക. പ്രഹ്ലാദനെന്നാൻ നോക്കിയപ്പോ അവിടെ ആയിരിക്കേണ്ടത് ഗമഗംഭീരനായിട്ട് ബ്രഹ്മാവിന്റെയും മഹാലക്ഷ്മിയുടെയും മുഖത്ത് നോക്കി. ഈ മഹാപ്രഭുവിനെ കോപം അടക്കാനാ ഇത്ര കൊഞ്ഞിരിക്കും. അതാ ഉണ്ണി എന്തായി പറയണത്? കോപം അടക്കാൻ ജനിക്കുന്നോ? എത്ര ആളുകൾ ശ്രമിച്ചു എന്നറിയോ കോപം അടക്കാൻ? നീ തരായില്ല. കോപം അടിക്കടി വർദ്ധിക്കുക. ഉണ്ണി അല്ല ചോദ്യം, പിന്നെ ആദ്യം ആ കോപം നടക്കൂ. എന്നാൽ എന്നെ ഒന്നാണ് കട്ടയച്ചു തരും. ആ കോപം ഇറക്കി തരാം എന്നാണ്. ബ്രഹ്മാവ് കട്ടയച്ചു വിട്ടു. കട്ടയച്ചു വിട്ടപ്പോ ഒന്ന് കാര്യം നോക്കി. ആ കൈ രണ്ടും ശിരസിലാണ് കൂപ്പി. എന്നിട്ട് തങ്കത്തളകളതിനെ അണിഞ്ഞുകൊണ്ട് ഹരേ പ്രഭോ ശരണം, ഹരേ പ്രഭോ ശരണം, ഹരേ പ്രഭോ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നറിയും ഭഗവാന്റെ അടുത്തേക്ക്. അടുത്ത് വന്നു എന്ന് മാത്രമല്ല, അടുത്തെത്തിയപ്പോ തൃപ്പാദത്തിലാണ് വീട് നമസ്കരിച്ചു. കുഞ്ഞി കൈയോണ്ട് രണ്ട് കാലും കൂടി കെട്ടിപ്പിടിച്ചു. മഹാപ്രഭോ ശരണം, നെന്തിരിവടിയിൽ ശരണാരവിന്ദങ്ങൾ ശരണം എന്ന് പറഞ്ഞ് തൻ്റെ കാക്കിനാനും വീട് നമസ്കരിച്ചപ്പോഴേ നരസിംഹമൂർത്തി ഇതാരാണ് പുതിയ ആള്? ബ്രഹ്മാദേവന്മാര് പോലും പേടിച്ച് മറിച്ച് ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ
പരിഭ്രമിച്ച് നിൽക്കുമ്പോ യാതൊരു പേടിയില്ലാണ്ട് എന്റെ കാല് കെട്ടിപ്പിടിച്ച് വീണാണ് നമസ്കരിച്ച് പ്രഭോ രക്ഷാന്നോ. ആരാ ഇത്രയ്ക്ക് കേമൻ? ഒന്നായിരുന്നു നോക്കി ഇത്രേ. നോക്കിയപ്പോ ഒക്കെ പരിങ്ങലായി എന്നാണ് കഥാഗിരിയായിരിപ്പന്റെ സ്വപാദമൂലേ പ്രതിസംതമർഭകം വിലോക്യദേവ കൃപയാ പരിപ്ലുതഃ ഉത്ഥാപ്യ തച്ഛേഷ്ണ്യദധാൽക്കരാംബുജം കാരാഹി വിത്രസ്തധിയം കൃതാഭയം. തൻ്റെ പാദമൂലത്തിൽ കുഞ്ഞിക്കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് പ്രഭോ ശരണം ഹരേ ശരണം എന്ന് പറഞ്ഞ് വീണാന് കിടക്കണ ഉണ്ണിയാണ് കണ്ടില്ലേ. കാണണ്ട താമസം അതേവരെ ആ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചെതറുകയായിരുന്നു 4 ഭാഗത്തേക്കും. ഇപ്പോഴോ കുറെ നേരം തീപ്പൊരി ചെതറിയില്ലേ. ഇത് അതിന് പകരം കുറച്ച് വെള്ളം കട ഒഴുകിക്കോട്ടെ എന്ന് തോന്നിയോ? ശരിയാ, ആർക്കാതൊന്നും ചോദ്യമില്ല. 3 സെക്കൻഡിൽ നിന്നും കൃപയാ പരിപ്ലുതഃ കവിൽ കൂടിയിട്ട് കണ്ണീരിങ്ങനെ ഒഴുകി തിരക്കിത്രേ. നിൽക്കാത്ത കണ്ണുനീര്, ആനന്ദത്തിന്റെ കണ്ണുനീര്. അത് കവിളൊക്കെ കവിഞ്ഞ് തുള്ളി തുള്ളി തുള്ളിയായിട്ട് ആ ഉണ്ണിയുടെ മേലേക്ക് ഇങ്ങനെ വീട്ടിലിറങ്ങിയിത്രേ. കുറച്ചാണ് കഴിഞ്ഞില്ലേ. ആ ഉണ്ണിയെ കണ്ടിട്ട് സ്നേഹാണ് സഹിക്കാൻ കഴിയാറ് കണ്ട് കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എവിടേക്കേ പോയതാണെന്നറിയില്ല. 1000 കൈകളെ കൊണ്ടും ഒരു പൂ പോലെ ഇങ്ങനെ വാരി എടുത്തു മടിയിൽ എവിടെയാണ് വെച്ചു. എന്നിട്ട് ചരിതൊക്കെ കാണിച്ചിട്ടുണ്ട്. നാരായണ എന്താ